നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മളെ പലരും എന്നോട് ഇങ്ങനെ പരാതി പറയാറുണ്ട്. പരാതി മീൻസ് അവർ കമ്പ്യൂട്ടർ എന്തെങ്കിലും വൈറസിൻ്റെ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ, മറ്റേ ഡ്രൈവ് മാറ്റുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ഫയലുകൾ, കംപ്ലീറ്റ് ഫയൽസ് മിസ്സിങ് ആയി പോകുന്നത്, പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതായത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മുടെ ഫയൽ കംപ്ലീറ്റ് ഒരു കോപ്പി എടുത്തു വെക്കുക. അങ്ങനെ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റും. മിസ്സാകുന്ന പ്രശ്നമില്ല. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ആവശ്യമുള്ള ഫയലാണെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫയലാണെങ്കിൽ അത് എപ്പോഴും ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റി വെക്കുക. അതെങ്ങനെ മാറ്റി വെക്കുന്നതെന്നുള്ളതാണ് ഞാനിത് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ആദ്യം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഡ്രൈവ്, ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡ്രൈവ്. അപ്പോഴിങ്ങനെ ഒരു സ്ക്രീന് വരും. ഇതിപ്പോൾ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും ഇതേ സിസ്റ്റം തന്നെ. ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. സ്ക്രീനിൽ സൈൻ ഇൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന, ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അവർ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഓർ ഫോൺ ചോദിക്കും. നമ്മളെ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കണം ഇവിടെ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ അടിക്കുകയെന്ന്, റിൻഷ B2. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാന്ന്. ഇപ്പോൾ ഡ്രൈവ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഡ്രൈവ്, ഞാൻ ഏത് അക്കൗണ്ടാണോ ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അക്കൗണ്ടിലുള്ള ഡ്രൈവ് ഇവിടെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആയപ്പോഴേ ഈ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവ് എന്ന് കൊടുത്തതിന് തൊട്ട് താഴത്തായിട്ട് ഒരു പ്ലസ് മാർക്ക് കാണാം. അവിടെ ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെ ഏതെങ്കിലും ഫയൽ, ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ഏകദേശം 15 GB വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, അതെല്ലാവർക്കും ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ഒരുപോലെ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും നമുക്ക് സ്റ്റോറേജ് കിട്ടും, സ്പേസ് കിട്ടും. ഇപ്പം ഇതിപ്പോൾ ആ പ്ലസ് മാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ന്യൂ. അപ്പോൾ അതിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫോൾഡർ, ഫയൽ അപ്ലോഡ്, ഫോൾഡർ അപ്ലോഡ്. നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ മാത്രമായിട്ട്, ഇപ്പോൾ കോറൽ ഫയലായാലും എന്ത് ഫയലായാലും ജസ്റ്റ് ഒരു ഫയൽ മാത്രമായിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഒരു കൂട്ടമായിട്ട് നമ്മളൊരു ഫയൽ, കുറേ ഫയൽസ് എടുത്തിട്ട് ഒരു ഫോൾഡറിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫോൾഡർ അപ്ലോഡ് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ് ആവശ്യം അത് ജസ്റ്റ് ഒരു ഫോൾഡർ ആക്കിയിട്ട് വെക്കുക. ഇപ്പം ഞാൻ ന്യൂ കൊടുത്ത് ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ ഫോൾഡർ. അപ്പോൾ അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, 212. അപ്പോൾ ഇതൊന്ന് കോപ്പി എടുത്ത് അതിൽ പേസ്റ്റ് ചെയ്തു. അതുപോലെ ഇതും കോപ്പി പേസ്റ്റ്. ഇപ്പോൾ ഈ ഫോൾഡറാണ് എനിക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റേണ്ടത്. ഞാൻ വീണ്ടും ഡ്രൈവ് തുറന്നതിന് ശേഷം ന്യൂ എന്നുള്ള ആ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഫോൾഡർ, ഫയൽ അപ്ലോഡ്, ഫോൾഡർ അപ്ലോഡ്. ഇപ്പം ഞാൻ ഫോൾഡറാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഫോൾഡർ അപ്ലോഡ് എന്നുള്ള ആ ടാബ് ക്ലിക്ക് ചെയ്തപ്പോൾ ഏത് ഫോൾഡർ എവിടെയാണ് ഉള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോൾ എൻ്റേത് ഡെസ്ക്ടോപ്പിലാണ് ഉള്ളത്. ഡെസ്ക്ടോപ്പിൽ 212 എന്ന ഫോൾഡറാണ് ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, അപ്ലോഡ് 2 ഫയൽസ് ടു ദിസ് സൈറ്റ്. ഓക്കെ, അപ്ലോഡ്. അപ്പോൾ ഇവിടെ അത് കാണിക്കുന്നുണ്ട്, അപ്ലോഡ് 1 ഐറ്റം. അതിൻ്റെ ആ ടൈമിങ്ങും ഇതൊക്കെ കംപ്ലീറ്റ്. ചെറിയ ഫയലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് അപ്ലോഡായി. ഓക്കെ, അത് ക്ലോസ് ചെയ്തു.
അപ്പോൾ ആ 212 എന്നുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇനി ഒരു തവണ അത് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കുക. അതിൽ ആ ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതി. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഫയൽ തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മളെ ഈ വർക്ക്, അതായത് നമ്മളിപ്പോൾ ഈ സ്റ്റിക്കർ വർക്ക് മേഖലയിലുള്ള ആൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. നമ്മളെ ഫയലൊന്നും മിസ്സാകാതെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.